വണ്ടിയും കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ കാട്ടുതീ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറാണ് ഗൈസ്. അപ്പോൾ മൂന്നാർ ഇന്നലെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വന്നു. നമ്മളിവിടെ നിന്ന് നേരെ മാട്ടുപ്പെട്ടിയൊക്കെ പോയി അവിടെ നിന്നിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ രാവിലെ എണീച്ച് ഇപ്പോൾ ഉച്ച സമയമായി. നമ്മളൊരു കഫേയിൽ വന്നു, ടീ ടൈൽസ് എന്ന് പറഞ്ഞ കഫേയിൽ വന്ന്. എൻ്റെ കൂടെ എൻ്റെ കസിൻ ഉണ്ട്, അക്കു. ഇവിടെ മൂന്നാർ തന്നെയാണ് ആൾ സെറ്റിലൊക്കെ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ച് ഇൻട്രോ തുടങ്ങാൻ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തേയിലകൾ ഇവിടെ നിരത്തി വെച്ചേക്കണ കാണുന്നത്. അപ്പം ഇത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഞാൻ 1-2 സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അക്കുവും പറഞ്ഞുതരും. ഇതിൽ പേരില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അക്കുവിന് ഇതൊക്കെ അറിയാം. ഇതിൽ ഡാർജിലിംഗ് എന്ന് പറഞ്ഞൊരു ഡാർജിലിംഗ് ലെമൺ ഗ്രീൻ ടീ എന്ന് പറഞ്ഞ സാധനമാണ്. അതുപോലെ തന്നെ ഇത് മസാല ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിൻ്റെ പേരെന്താക്ക്? വൈറ്റ് ടീ. ഇതാണ് ഗൈസ് വൈറ്റ് ടീ ലീവ്സ് എന്ന് പറയുന്നത്. ഇത് ഓർത്തഡോക്സ് പ്രോസസ്ഡ് ടീ. ഇത് കാർഡമം ടീ. പിന്നെ ഇത് വാനില ടീ. ഇത് ക്ലാസിക് ഗ്രീൻ ടീയുടെ ഫ്ലേവർ ടീ ആണ്, റോസ് ഫ്ലേവർ ടീ ആണ് കേട്ടോ ക്ലാസിക് ഗ്രീൻ ടീയുടെ. ഇത് ലെമൺ ഗ്രീൻ ടീ, അത് ഫ്ലേവർ ടീ ആണ്. പിന്നെ ഇത് ആസാം ടീ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും ഓർത്തഡോക്സ് പ്രോസസ്ഡ് ഫ്ലേവർ ടീ. ഇത് വൈറ്റ് ടീ അതല്ലേ? അത് സെയിം. ഓക്കെ ഓക്കെ പല രീതിക്കുള്ള ക്വാളിറ്റി ഉണ്ട്. ഇവർക്കൊക്കെ ഇതിനെ പറ്റിയൊക്കെ ഭയങ്കര ജ്ഞാനമാണ് ഗൈസ്. ഇത് സ്പെർമെന്റ് ഗ്രീൻ ടീ. പിന്നെ ഇത് റോസ് ഗ്രീൻ ടീ, സുപ്രീം ഗ്രീൻ ടീ, പിന്നെ അംബൂട്ടിയ അല്ലേ, അംബൂട്ടിയ ടീ, ഹിബിസ്കസ് ടീ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് റോസ് ബ്ലാക്ക് ടീ. പിന്നെ ഇത് റോയ്ബോസ് അല്ലേ, റോയ്ബോസ് ടീ. പിന്നെ ഇത് സൗത്ത് ആഫ്രിക്കൻ ആണല്ലേ, ഇത് റോയ്ബോസ് ടീ സൗത്ത് ആഫ്രിക്കൻ. പിന്നെ ഇത് ജിഞ്ചർ ബ്ലാക്ക് ടീ. പിന്നെ ഇതെന്താ? ചെന്തുവാരൈ. ഇവിടുത്തെ ഒരു എസ്റ്റേറ്റ്, അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് അല്ലേ? ഓക്കെ. ഇത് കഴിഞ്ഞ് കുണ്ടലൈ ഓർഗാനിക് ടീ. പിന്നെ ഇത് നമ്മുടെ ഇത് തന്നെയല്ലേ, ഹിബിസ്കസിന്റെ ശംഖുപുഷ്പം. ഇത് അതാണ്. ഇത് മൂന്നാർ CTC എന്ന് പറഞ്ഞ സാധനം. ഇത് പ്രോസസ് ചെയ്ത സാധനമാണ് അല്ലേ ഫുള്ള്? ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ അവിടുത്തെ. ഓക്കെ. ഇതും മറ്റേതിന്റെ അത് തന്നെ, അതിന്റെ ഓൾ ലീഫാണ് പറഞ്ഞത്. അത് ചെറിയ പൊടിയായിരുന്നു. ഇത് ഓൾ ലീഫ് പറഞ്ഞുണ്ട്. പിന്നെ ഇത് ജിഞ്ചർ ഗ്രീൻ ടീ. പിന്നെ ഇത് എക്സോട്ടിയ. പിന്നെ ഇത് മൂന്നാർ ക്ലാസിക് ഗ്രീൻ എന്ന് പറഞ്ഞത് ഇച്ചിരി നീളമുള്ള ലീഫാണ്. പിന്നെ ഇത് ലെമൺ ബ്ലാക്ക് ടീ. കേട്ടാ, ഇതാണ് ഗൈസ് കോപ്പി ലുവാക്ക് എന്ന് പറയുന്ന കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ 100% നമ്മുടെ മരപ്പട്ടി അതിൻ്റെയൊക്കെ മറ്റേ കാപ്പിക്കുരു തിന്നിട്ട് അത് അപ്പിയിടുമ്പം അതിനെ പറക്കിയെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ട് ഉണ്ടാക്കണ കോഫി പൗഡറാണ് ഗൈസ് ഇതിനകത്തുള്ളത്. കൊള്ളാമല്ലേ സാധനം? അപ്പോൾ ഈ തേയിലയിലെ കൂട്ടത്തിൽ ഞാൻ മുകളിലിരിക്കുന്നുണ്ടാണ്. കൊള്ളാം, സെറ്റ്. നമ്മുടെ നാട്ടിലൊന്നും വലുതായിട്ട് കാണാത്ത സാധനമാണ്. ഇതൊക്കെ നോർമലായിട്ട് ഇവിടെ കാണാം കേട്ടോ. റാഡിഷ് ടൗണിൽ, മൂന്നാർ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ. അതായത് നിങ്ങൾക്ക് മൂന്നാർ മാർക്കറ്റ് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട്. മൊബൈൽ കടയുണ്ട്, ഫ്രൂട്ട്സ് കടയുണ്ട്. നമുക്കിങ്ങനെ കയറിയിട്ട് അതിലേ കൂടെ കറങ്ങി വരാൻ പറ്റും കേട്ടോ. ചുമ്മാ നിന്നപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഇപ്പം തിരക്ക് കുറവുണ്ട്. സീസൺ ടൈം ഇപ്പം ഓഫ് സീസൺ അല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങോട്ടാണ് കേട്ടോ. ശരി, ഷൂ ഒക്കെ ഉള്ളൊരു കട. ഇവിടുത്തെ പച്ചക്കറി പറയണത് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നാണ് പറയണത്. കൊള്ളാം കേട്ടോ. കോളിഫ്ലവറൊക്കെയാണ് കൂടുതലുള്ളത്. റാഡിഷ്, വെറ്റ, കരുവാട്, ഉണക്ക മീനുകൾ ഫുള്ള്, ഉണക്ക വെളുത്തുള്ളി. കൊള്ളാം കേട്ടോ. ഫുള്ള് ഫ്രൂട്ട്സും പച്ചക്കറിയാണ്. വാഴയില എല്ലാം ഉണ്ട് കേട്ടോ വിൽക്കാൻ. സെറ്റപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറക്കം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറക്കം. അത് കഴിയുമ്പോൾ ഇതെന്താ മുളവല്ലേ? യെസ്. ഇത് ഇവിടെ നിന്ന് വെളിയിറങ്ങുമ്പോൾ വീണ്ടും മൂന്നാർ ടൗണിൻ്റെ ഓപ്പോസിറ്റ്. നമ്മളിതോ അവിടെ നിന്നാണ് കയറിയത്. ഇവിടെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കണ ഒരു ഷോപ്പാണുള്ളത്. നിറച്ച് അടുക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജാക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സിമ്പിളാണ് കേട്ടോ. കൊള്ളാം. ചെറുതായിട്ട് ഇപ്പം മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. മണി എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു 2 മണിയാവും. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 23 to 25 ആ ഒരു റേഞ്ചിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. പണ്ട് അവിടെ CPI എന്നൊക്കെ പറഞ്ഞ് ഒരു 6-7 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പുല്ലിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഫ്രഷ് ഉണ്ടോ? ഫ്രഷ്
ഇത് നമ്മൾ ഒരു ക്യാമ്പിലത്തേക്ക് വേണ്ടി സാധനം ഇങ്ങനെ കൊണ്ടുപോവാണ്. നമ്മൾ ടെൻ്റൊക്കെ അടിക്കുന്ന സെറ്റപ്പില്ലേ, അവിടത്തേക്ക് വേണ്ടി സാധനം കൊണ്ടുപോകണം. സ്ഥലം എവിടെ നിന്ന് പറഞ്ഞു തരാം. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ആട്ടോക്കകത്ത് ലോഡ് ചെയ്ത് ഗൈസ്, ബാക്കിലും ലോഡ് ചെയ്ത്, പക്ഷേ എല്ലാം പൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ വി ആർ ഗോയിങ് ടു എല്ലപ്പെട്ടി. ഇതിനകത്താണ് പോകാൻ പോണത്. എനിക്കിരിക്കാനുള്ള സ്ഥലമുണ്ട്. അക്കു ഫ്രണ്ട് ഇരുന്നോളും. അമ്മേ വരട്ടെ ലൈവ് അല്ല. അണ്ണന്റെ പേരെന്തോ? ശരവണ സോഴ്സിന്റെ മോനാളിയാണോ? കൊള്ളാം കേട്ടോ. മൂന്നാർ ടൗണിലൂടെ ആട്ടോറിക്ഷയിൽ മൂന്നാർ കോളനീസ് എന്ന് പറഞ്ഞാൽ അടുക്കടുക്കായിട്ടുള്ള വീടുകൾ ഇരിക്കുന്ന സ്ഥലം, അതാണ് ഉദ്ദേശിച്ചത്. അയ്യോ, അത് മറന്നു ചേട്ടാ. ഇതാണ് ഗൈസ് മൂന്നാർ ഫോട്ടോ പോയിന്റ്. അവിടെ കുതിരയൊക്കെ കണ്ട. പെട്ടി ബ്രിഡ്ജ് 7 കിലോമീറ്ററാണ്. ഇന്നലെ രാത്രി ഇതുവഴിയാണ് വന്നത്. പക്ഷെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഫുള്ളിരുട്ടായിരുന്നു. ഒറ്റ മനുഷ്യനും ഇല്ല. ഫുള്ളിരുട്ട്. ഇപ്പൊ ഫുള്ള് ആൾക്കാർ. മാട്ടുപ്പെട്ടി ഡാം താണ്ട ബോർഡ് വെച്ചിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിട്ടുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ തിരക്ക് പൊതുവെ കുറവെന്നാണ് അക്കു പറഞ്ഞത്. നമുക്ക് സ്പീഡ് ബോട്ട് ഉണ്ട് അവിടെ. ഇതാണ് ഗൈസ് മാട്ടുപ്പെട്ടി ഡാം. ചോളം, ഫുള്ള് ചോളം കേട്ടോ. നല്ല വെള്ളം കുറവുണ്ട്. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെള്ളം പറ്റുമെന്നാണ് പറഞ്ഞത്. നമ്മളവിടെയൊക്കെ അടുക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ നമുക്ക് സമാധാനം. ഇവിടെ ഉള്ളവർക്ക് എത്തി പറഞ്ഞാൽ ചൂടാണ് ഇപ്പോഴും. നമുക്കിവിടെ ചില്ലാണ് ഇപ്പോൾ. 3 മണി സമയത്തും ഒരു 23 ക്ലൈമറ്റ്. ഇന്നലെ രാത്രി നമ്മൾ വന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യയില്ലായിരുന്നു. ഓപ്പോസിറ്റ് എക്കോ പോയിന്റ് അല്ലേ? എക്കോ പോയിന്റ് ദേവികുളം ഗ്രാമപഞ്ചായത്താണിത്. നിങ്ങളുടെ ഇരവികുളം വരയാട് സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ കേട്ടില്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. നമ്മളത് അവിടെയല്ലേ നമ്മൾ ട്രാവലർ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കുണ്ടല എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ ഫുള്ള് ലേക്കില് ബോട്ടിംഗ് ആണ്. ഇതാണ് ഗൈസ് കുണ്ടല ഡാം. ഇവിടെയാണ് ഫുള്ള് നല്ല ബോട്ടിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ. നമ്മളിപ്പം പോണ ഈ റോഡ് നേരെ ഒരു 17 കിലോമീറ്റർ പോയി വട്ടവട എത്തും ഗൈസ്. വട്ടവട പോണ റോഡാണ്. എല്ലപ്പെട്ടി ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. കേട്ടോ പരിപാടി. എല്ലപ്പെട്ടി ബംഗ്ലാവ് അങ്ങോട്ടാണ്. എല്ലപ്പെട്ടി ബംഗ്ലാവ്.
വില്ലപ്പെട്ടി ഗ്രാമം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വാവ്. ഇനി നമ്മൾ സാധനങ്ങളെല്ലാം അതിലോട്ട് അൺലോഡ് ചെയ്യാണ് ഗൈസ്. എടുത്താ ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു മല കണ്ട, അതാണ് മീശപ്പുരി മല. എപ്പടി സെറ്റല്ലേ? ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് കാറൊന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് 10-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതാ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ വഴി കണ്ട, അടിപൊളിയല്ലേ? സെറ്റ്. ഈ രണ്ട് സൈഡിലും ഇത് പൂക്കളുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നല്ല രസമുണ്ടല്ലേ? നമ്മുടെ വ്ളോഗ്, അതായത് നമ്മുടെ എന്താ ഫോണിൻ്റെ ഷൂട്ടൊക്കെ സത്യം പറഞ്ഞ് ഇവിടെയൊക്കെ വെച്ചോണം നടത്താവുള്ളൂ. എന്ത് സമാധാനം, എന്ത് ഇതൊന്നും നോക്കിയേ, സൗണ്ടും ഇല്ല, ഒരു ബഹളവും ഇല്ല. നമ്മളാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റഷ്യൻ്റെ ഇടയിൽ പോയി നിന്നിട്ടാണ് ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ചെയ്യണത്. ഇവിടെയൊക്കെ നിന്ന് ചെയ്യണം. കടലാസ് പോവല്ലേ? കൊള്ളാം, നൈസ്. ഇതെന്തൊരു പൂടെ? നമ്മൾ സർവീസിന് പോണത് അടിമാലിയിലോട്ടാണ്. ഇവിടെ നിന്നൊരു 28 കിലോമീറ്റർ എടുത്തു. അവിടെ ഐ ലവ് മൂന്നാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഹൈഡൽ പാർക്ക്. മൂന്നാറെന്ന് തൊട്ട് താഴെ ഇറങ്ങുമ്പോൾ മറ്റേ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞില്ലല്ലേ? കഴിഞ്ഞല്ലേ? ഓക്കെ, ബസ് സ്റ്റാൻഡ് വന്നിട്ടാണ് നമ്മൾ ടോപ്പ് പോണത്. കുറെ പൂക്കൾ, ഇപ്പം പൂക്കളൊക്കെ പൂത്തിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. മറ്റേ റോപ്പല്ലേ അത്? അതെ. ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് പുതിയ സെറ്റപ്പുകളൊക്കെ കുറെ വന്നിട്ടുണ്ടായി. ദാ ഹൈഡൽ പാർക്കിന്റെ ബോർഡ് വെച്ചേക്കണ്ട, കേരള ഹൈഡൽ ടൂറിസം സെന്റർ. അഞ്ചേ 3:45 മണിയായി. ഇതാണ് ക്ലൈമറ്റ്. അതൊക്കെ ഇപ്പം നട്ട് തുടങ്ങിയാണ് എന്താണ് അല്ലേ? അത് തീരാറായതായി. കരിഞ്ഞു നിൽക്കണൊക്കെ തേയിലച്ചെടി ഏകദേശം പുതിയ ഇലകള്. ഓക്കെ ഓക്കെ. മുകളിലോട്ടൊക്കെ ടോപ്പിലോട്ടൊക്കെ ഫുള്ള് പുഴുത് കളഞ്ഞിട്ട് പുതിയ തൈ വെച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? പള്ളിവാസൽ അല്ലേ? ഇതാണ് ഗൈസ് പള്ളിവാസൽ അമ്പലം. ഗൈസ്, നമ്മൾ വണ്ടി എങ്ങനെ സർവീസ് ചെയ്യാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നേരെ ഒരു 8 മണി 6 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ മൂന്നാർ പോകണം. നമ്മുടെ ബൈക്ക് അവിടെ വേറെ ഉണ്ട്, അതും എടുത്തിട്ട് ബാക്കി പരിപാടികൾ. ചാർജും ഇനിയില്ല. അപ്പം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പം ബൈ ബൈ. നമ്മളെ വണ്ടിയും കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ കാട്ടുതീ.